നമസ്കാരം. കരൂർ വൈശ്യ ബാങ്കിന്റെ, അതായത് നമ്മൾ KVB എന്ന് വിളിക്കുന്ന ബാങ്കിന്റെ ഏറ്റവും പുതിയ നിക്ഷേപക റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ ഭാവിയിലേക്കുള്ള പ്ലാനുകൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ലളിതമായിട്ട് നോക്കാം, അല്ലേ? KVB എന്ന പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. പക്ഷേ വെറുമൊരു ബാങ്ക് എന്നതിനപ്പുറം ടെക്നോളജിയിലും അതുപോലെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിലുമൊക്കെ അവർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ റിപ്പോർട്ട് നമുക്കതിലേക്കുള്ളൊരു ഇൻസൈറ്റ് തരുന്നുണ്ട്. വാ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. KVBയെ ശരിക്കും മനസ്സിലാക്കാൻ നമ്മളൊരു 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ അവരുടെ ഡിജിറ്റൽ ലോകം, അതായത് ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കും. പിന്നെ ഏതൊരു ബാങ്കിൻ്റെയും നട്ടെല്ലായ സാമ്പത്തിക ആരോഗ്യം നമ്മൾ പരിശോധിക്കും. അതിനുശേഷം വെറും കണക്കുകൾക്കപ്പുറം സമൂഹത്തിനു വേണ്ടി അവരെന്താണ് ചെയ്യുന്നത് എന്ന് കാണാം. അവസാനം ഇതെല്ലാം വെച്ച് KVBയുടെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്ക് വിലയിരുത്താം. ശരി, അപ്പോൾ ആദ്യത്തെ ഭാഗം, ഡിജിറ്റൽ മുഖ്യതന്ത്രം. ഇന്നത്തെ കാലത്ത് ടെക്നോളജിയില്ലാതെ ഒരു ബാങ്കിനും മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ KVB ഈ കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു കണക്ക് കണ്ടോ, 93%. എന്താ ഇതിൻ്റെ അർത്ഥം? KVBയിൽ നടക്കുന്ന 100-ൽ 93 ഇടപാടുകളും നടക്കുന്നത് നമ്മൾ ബ്രാഞ്ചിൽ പോകാതെയാണ്, മൊബൈൽ വഴിയോ ഇന്റർനെറ്റ് വഴിയോ ഒക്കെ. ഇത് ബാങ്കിന് ഒരുപാട് ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. അതേസമയം നമുക്ക് ഉപഭോക്താക്കൾക്ക് സമയവും ലാഭിക്കാം. പക്ഷേ എങ്ങനെയാണ് അവർ ഈ ഒരു നമ്പറിലേക്ക് എത്തിയത്? ആ 93%-ന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ടെക്നോളജികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉദാഹരണത്തിന് VKYC. പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോൾ ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. വീട്ടിലിരുന്ന് ഒരു വീഡിയോ കോളിലൂടെ എല്ലാം ശരിയാക്കാം. അതുപോലെ നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ കൂടുതൽ സ്മാർട്ടാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ചേരുമ്പോഴാണ് അവരുടെ ഡിജിറ്റൽ അനുഭവം ഇത്ര മികച്ചതാകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗം, സാമ്പത്തിക ആരോഗ്യം. എത്രയൊക്കെ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ബാങ്കിന്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ സാമ്പത്തിക ഭദ്രത തന്നെയാണ്. അപ്പോൾ KVBയുടെ സാമ്പത്തിക എഞ്ചിൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഗ്രാഫ് ഒന്ന് നോക്കൂ. ഇത് സ്ട്രെസ്ഡ് അസറ്റ്സ് എന്ന് പറയും. അതായത് കിട്ടാക്കടമാകാൻ സാധ്യതയുള്ള ലോണുകളുടെ കണക്കാണിത്. ഈ ഗ്രാഫ് താഴോട്ട് വരുന്നത് കാണുന്നില്ലേ? അത് വളരെ നല്ലൊരു സൂചനയാണ്. അതിൻ്റെ അർത്ഥം ബാങ്ക് കൊടുത്ത ലോണുകളൊക്കെ തിരികെ കിട്ടുന്നുണ്ട്, അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കുറവ് എവിടെയൊക്കെയാണ് വന്നതെന്ന് ഈ ടേബിൾ നമുക്ക് കൃത്യമായി കാട്ടിത്തരുന്നുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് നോക്കിയാൽ കഴിഞ്ഞ വർഷം 124 കോടിയുടെ റിസ്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ 82 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹൗസിംഗ് ലോണിലും നല്ല മാറ്റമുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാണ് ബാങ്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് ലോണുകൾ നൽകുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗം, ബാലൻസ് ഷീറ്റിനും അപ്പുറം. അതായത് ഒരു കമ്പനി ലാഭമുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അല്ലേ? അത് സമൂഹത്തിന് എന്ത് തിരികെ കൊടുക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ KVB എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ 2 ചിത്രങ്ങൾ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു നല്ല ഉദാഹരണമാണ്. ഒരു വശത്ത് നോക്കൂ, വനിതാ സംരംഭകർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ഉന്തുവണ്ടികളൊക്കെ നൽകുന്നു. മറുവശത്ത് നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന വാഹനങ്ങൾ നൽകുന്നു. അപ്പോൾ വ്യക്തികളെയും സഹായിക്കുന്നുണ്ട്, ഒപ്പം സമൂഹത്തെയും അവർ മെച്ചപ്പെടുത്തുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ തീരുന്നില്ല. ഗവൺമെന്റ് സ്കൂളുകളിൽ സയൻസ് ലാബുകൾ ഉണ്ടാക്കുന്നു, കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന പദ്ധതികളിൽ പങ്കാളികളാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ബാങ്കിങ് മാത്രമല്ല, ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ടെന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസനീയമായ റേറ്റിംഗ് ഏജൻസിയായ CRISIL KVBയുടെ സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. അവർ കൊടുത്ത സ്കോറാണ് 68. ഇതൊരു ചെറിയ കാര്യമല്ല, അവരുടെ ശ്രമങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അംഗീകാരം തന്നെയാണ്. ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതിനു പിന്നിൽ നല്ലൊരു ഭരണ സംവിധാനം വേണം. KVBയുടെ ബോർഡിൽ 11 പേരുണ്ടെങ്കിൽ അതിൽ 73% ഇൻഡിപെൻഡന്റ് ഡയറക്ടർമാരാണ്. അതായത് അവർക്ക് ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങളിൽ നേരിട്ട് പങ്കില്ല. അതുകൊണ്ടുതന്നെ നിക്ഷേപകരായ നമ്മുടെയെല്ലാം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും. ശരി, അപ്പോൾ അവസാന ഭാഗത്തേക്ക് കടക്കാം. മുന്നോട്ടുള്ള പാത. നമ്മൾ ഡിജിറ്റൽ കാര്യങ്ങൾ കണ്ടു, സാമ്പത്തിക സ്ഥിതി കണ്ടു, സാമൂഹിക ഉത്തരവാദിത്വവും കണ്ടു. ഇതെല്ലാം കൂടി ചേർത്തുവെച്ച് നോക്കുമ്പോൾ എന്താണ് KVBയുടെ ഭാവി? അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. KVBയുടെ വളർച്ചയ്ക്ക് 3 പ്രധാനപ്പെട്ട തൂണുകളുണ്ട്. 1. ഏറ്റവും പുതിയ ടെക്നോളജി. 2. വളരെ സുരക്ഷിതമായ സാമ്പത്തിക അടിത്തറ. 3. സമൂഹത്തോടുള്ള ഒരു ഉറച്ച പ്രതിബദ്ധത. ഈ 3 കാര്യങ്ങളും ചേർന്നാണ് അവരുടെ ഭാവിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. വെറും ലാഭം മാത്രം നോക്കാതെ ടെക്നോളജിയും സാമൂഹിക ഉത്തരവാദിത്വവും
ഒരുപോലെ പ്രാധാന്യത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന KVBയുടെ ഈ രീതി ഇത് തന്നെയാണോ ഇന്ത്യയിലെ ബാങ്കിംഗ് രംഗത്തിന്റെ ഭാവിയിലെ പുതിയ മാതൃക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?